നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതുപോലെ തന്നെ ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടത് മൂലമാണ് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ കാരണം. അടുത്ത 3 ദിവസത്തിനുള്ളിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നുണ്ട് ും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലയിലെ യെല്ലോ അലർട്ടുകൾ നോക്കാം. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 9-ാം തീയതി യെല്ലോ അലർട്ട് ഉണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നോക്കുകയാണെങ്കിൽ ശക്തമായ കാറ്റിന് നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. റഡാർ ചിത്രത്തിൽ കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തന്നെയാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടായേക്കാം എന്നും വീടുകളിൽ സുരക്ഷിതമായി കഴിയണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയാത്ത സാഹചര്യത്തിനാലാണ് ഉപരാഷ്ട്രപതി തൽക്കാലം കൊച്ചിയിലേക്ക് മടങ്ങിയത്. കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് തിരികെ ദർശനത്തിന് എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഉപരാഷ്ട്രപതി രാവിലെ 8:45 ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. 9 മുതൽ 9:30 വരെയായിരുന്നു ദർശന സമയം നിശ്ചയിച്ചിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഗുരുവായൂർ ക്ഷേത്രത്തിലും മറ്റും ഒരുക്കിയിരുന്നു. രാവിലെ 8 മുതൽ 10 മണി വരെ വിവാഹം, ചോറൂണ് തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്ര സമീപത്ത് വാഹനം പാർക്കിങ്ങിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. കടകൾ അടയ്ക്കാനും നിർദ്ദേശം ഉണ്ടായിരുന്നു.